മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമം പതിവാകുകയാണ്. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലെ വഴിയോര കട കാട്ടാന തകർത്തു. തലയാർ എസ്റ്റേറ്റിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം വന്യജീവി അക്രമം തടയുന്നതിനായി മൂന്നാറിലെ RRT ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന് CCF RS അരുൺ വ്യക്തമാക്കി. മദപ്പാടിലുള്ള പടയപ്പ കൂടുതൽ പ്രകോപിതരാണ്. ഒരു പിടിയാനയ്ക്കും കുട്ടയാനയ്ക്കുമൊപ്പമാണ് ഇപ്പോഴത്തെ സഞ്ചാരം. ഇന്നലെ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന കാട്ടാന ഇന്ന് തലയാർ എസ്റ്റേറ്റിലേക്ക് നീങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പയെ RRT തുരത്തി. ജനവാസ മേഖല ഇറങ്ങാതെ നോക്കാൻ വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, പകലും രാത്രിയും. വാഹനങ്ങൾ ആക്രമിക്കുന്ന പറഞ്ഞാൽ ആൾക്കാർ മാക്സിമം അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. വൈൽഡ് ലൈഫ് ഡിഫൻഡ് എന്നുള്ള ഒരു ചിന്ത വേണം. നമുക്ക് വന്യമൃഗമായിട്ട് കാണുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുറയും. പടയപ്പ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഭയങ്കര ശല്യം, ഇപ്പോൾ ഭയങ്കര ശല്യം. അപ്പോൾ ഒരു മാസം കാലമായിട്ട് ഇപ്പോൾ വന്ന് കടകൾ അടിച്ച് പൊളിക്കുക, പിന്നെ പളസറ കടയെ അടിക്കുക, വണ്ടിയിലൊക്കെ അടിക്ക് പൊളിക്കുന്നുണ്ട്. ഇല്ല, ആൾക്കാരോടെ വെച്ചാൽ പണിയെടുത്ത് കൊടുത്തവരും. അപ്പം ഞങ്ങൾ വന്നാൽ ഇവിടെ എല്ലാ പേടിയോട് ഓടിയതാണ്. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് വനം വകുപ്പ് നിർദ്ദേശം. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.